എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സവാള ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചട്നി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിക്കുവാണെങ്കിൽ ഒരാഴ്ച കാലത്തേക്ക് നമുക്ക് ചട്നി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഇതുപോലൊരു ചട്നി ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ ഈ ഒരു സവാള ചട്നി സിമ്പിളായിട്ട് തന്നെ വീടുകളിൽ തയ്യാറാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് സവാള ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സവാള വെച്ചിട്ട് നമുക്കൊരു 8 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളും കൂട്ടേണ്ടതാണ്. സവാള കട്ട് ചെയ്തെടുത്തപ്പോൾ തിന്നായിട്ടൊന്നും അല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്ന് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ളത് 10 വറ്റൽ മുളകും 2 കാശ്മീരി മുളകും 1 തണ്ട് കറിവേപ്പിലയും 10 ചെറിയ അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി ചെറുതായത് കൊണ്ടിട്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി ഒന്ന് 4ആയി പിളർന്നു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 നുള്ള് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ആവശ്യമായിട്ടുള്ളത്. ഉഴുന്നുപരിപ്പും പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഉലുവയും നല്ലപോലെ യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എടുത്തിട്ടുള്ള ചേരുവകൾ മുഴുവനും തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ചേരുവകൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മസാലകളെല്ലാം കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഉഴുന്നുപരിപ്പൊക്കെ നല്ല മെറൂൺ കളറിലേക്ക് ആയി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതും. സവാള ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയിലെ വെള്ളം മുഴുവനും വറ്റി നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സവാള ചമ്മന്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കണം എന്ന് ടെൻഷൻ അടിക്കുകയും വേണ്ട. നിത്യവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് സവാള. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ തന്നെ ജോലിഭാരം കുറയ്ക്കാനും സാധിക്കും. വഴറ്റുന്ന സവാളയിലേക്ക് ചട്നിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുവാണ്. സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മുരിഞ്ഞു വരുന്നൊരു പാകത്തിൽ ഇതുപോലൊരു ചെറിയ കഷ്ണം വാളംപുളി കൂടെ ചേർക്കാം. വാളംപുളി കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ സവാള വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സവാളയിലെ വെള്ളം മുഴുവനും തന്നെ പെട്ടെന്നൊന്ന് വറ്റിക്കിട്ടുന്നതാണ്. സവാളയിലെ വെള്ളം എല്ലാം വറ്റിച്ച് ചമ്മന്തി തയ്യാറാക്കുമ്പോഴാണ് ഇത് വെളിപ്പാവാതെ തന്നെ ഇരിക്കുന്നതും. 1 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. അരക്കുന്ന സമയത്ത് വെള്ളം പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയ പാനിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം ചേർത്തരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സവാള ചട്നി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം തന്നെ ആവശ്യമായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽ മുളകും കറിവേപ്പിലയുമാണ്. ഇനി ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള സവാള ചട്നിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചട്നി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
2 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ കുലുക്കിയതിന് ശേഷം നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി വഴറ്റിയെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ളത് കൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2.5 കപ്പ് വെള്ളമാണ്. ഇനിയിപ്പോൾ വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ ചട്നി ഇരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ചട്നി ഒന്ന് തിളച്ച് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഉപ്പ് പോരായ്മയോ പുളി കൂടുതലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സവാള ചട്നി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം വിളമ്പാൻ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു ചട്നിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചട്നിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.